ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിന്റെ കിതാബു താരീഖിലെ 5ാമത്തെ പാഠം സമർപ്പിതരായ സ്വഹാബികൾ. ആരാണ് സ്വഹാബികൾ? ഇതൊക്കെ നമുക്ക് പാഠഭാഗത്ത് മനസ്സിലാക്കാം, തദ്രിഭാഗത്ത് നോക്കാം. ആരായിരുന്നു സ്വഹാബികൾ? പണമോ അധികാരമോ സുഖസൗകര്യങ്ങളോ ആഗ്രഹിച്ചായിരുന്നോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയത്? അല്ല. അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയിലും ദീനിന്റെ ഇസ്സത്തുമായിരുന്നു. ആരായിരുന്നു സഹാബികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു ദീനിനായി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായവരായിരുന്നു സഹാബികൾ. അവർ അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയും ദീനിന്റെ ഇസ്സത്തുമായിരുന്നു അവരുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയവരായിരുന്നു സഹാബികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും കച്ചവടം കഴിഞ്ഞ് മടങ്ങി പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാനായി ഹിജ്റ 2ാം വർഷം ബദറിലേക്ക് പോയി. അത് റമളാൻ 17 ഇതറിഞ്ഞ ഖുറൈശികളിലെ മുശ്രിക്കുകൾ അവർ സർവായുധ സജ്ജരായി യുദ്ധത്തിനായി വന്നു. അങ്ങനെ ഇരു സംഘവും ബദറിൽ വെച്ച് ഏറ്റുമുട്ടി. അതായിരുന്നു ബദർ യുദ്ധം. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ ബദരീങ്ങളാണ്. അവിചാരിതമായി യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ സഹാബത്തിന്റെ കൈവശം ഒന്നുമില്ലായിരുന്നു. അവര് ആളുകൾ കുറവായിരുന്നു, ആയുധങ്ങളില്ലായിരുന്നു. എന്നാലും ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. അല്ലാഹു തആല അവർക്ക് വൻ വിജയം നൽകി. അല്ലാഹു തആല മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിച്ചു. യുദ്ധത്തിന് മുമ്പ് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്തു: അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല എന്ന്. നമുക്ക് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബദർ യുദ്ധം നടന്നതിനെ കുറിച്ചിട്ട് അതിൽ പങ്കെടുത്തവരും എത്ര ശുഹദാക്കളായി, അതിന്റെ ഫലം എന്തായിരുന്നു, ശത്രുക്കളിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കാൻ ആ ബോക്സ് നോക്കാം. തീയതി, ബദർ യുദ്ധം നടന്ന തീയതി ഹിജ്റ 2ാം വർഷം റമളാൻ 17. എണ്ണം മുസ്ലിങ്ങൾ 313 പേരും ശത്രുക്കള് 1000 പേരുമായിരുന്നു. ശുഹദാക്കൾ എന്ന് പറഞ്ഞാല് ബദർ യുദ്ധത്തിൽ ഷഹീദായ സഹാബികൾ, അവരാണ് ശുഹദാക്കൾ. 14 പേരായിരുന്നു, 14 സഹാബികള്. ശത്രുക്കളിലെ 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് തടവിലായി. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണം അടച്ചു മോചിതരായി, മോചന ദ്രവ്യം നൽകി അവര് മോചിതരായി. മറ്റുള്ളവര് 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചിതരായി. പണം അടയ്ക്കാത്തവര് ഒരാൾ 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് പോകാമെന്ന ഇതില് അവരങ്ങനെയും ചെയ്ത് ബാക്കിയുള്ളവർ അങ്ങനെയും മോചിതരായി. ഇതിന്റെ ഫലം എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു. മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനീ ദഅവത്തിന് കൂടുതൽ സഹായകമായി. ഇത്രയും പാഠഭാഗം മനസ്സിലാക്കാൻ നമുക്ക് ഇതിന്റെ തദ്രിഭാഗത്ത് നോക്കാം. ഉത്തരം എഴുതാനാണ്. ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ എണ്ണം എത്ര? 313. രണ്ടാമത്തെ ചോദ്യം, ഹിജ്റ എത്രാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്? ഹിജ്റ 2ാം വർഷം. തീയതി റമളാൻ 17. ബദറിൽ തടവിലാക്കപ്പെട്ട ശത്രുക്കൾ എങ്ങനെയാണ് മോചിതരായത്? നമ്മൾ പറഞ്ഞു 70 പേര് തടവിലായിരുന്നു. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണം അടച്ച് മോചിതരായി, മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ച് മോചിതരായി. അത് എഴുതാം. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും എന്തിനായിരുന്നു ബദറിലേക്ക് പുറപ്പെട്ടത്? എന്തിനാണ്? ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിലേക്ക് പോയത്. അപ്പൊ അത് എഴുതാം. അടുത്തത് എന്താണ്? ആലോചിച്ച് പറയാനാണ്. ബദറിൽ മുസ്ലിങ്ങളുടെ വിജയരഹസ്യം എന്തായിരുന്നു? മുസ്ലിങ്ങളുടെ വിജയരഹസ്യം ഈമാനായിരുന്നു. അവരുടെ വിജയരഹസ്യം
അവർ അല്ലാഹു തആലയോട് സഹായം ചോദിച്ചു. അല്ലാഹു തആല അവരെ സഹായിച്ചു. മലക്കുകളെ ഇറക്കി അല്ലാഹു തആല മുസ്ലിങ്ങളെ സഹായിച്ചു. അടുത്തത്, മുസ്ലിങ്ങൾക്ക് ബദരീങ്ങളോടുള്ള കടപ്പാട്. എന്തായിരുന്നു കടപ്പാട്? മുസ്ലിങ്ങളുടെ ഈമാനിന്റെ കാരണക്കാർ ബദരീങ്ങളാണ്. അപ്പോ നമ്മുടെ ഈമാനിന്റെ കാരണക്കാർ ബദരീങ്ങളാണ്. അതാണ് നമുക്ക് അവരോടുള്ള, ബദരീങ്ങളോടുള്ള കടപ്പാട്. ബദറിലെ വിജയം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാ നേട്ടങ്ങളാണ്? മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു. ഖുറൈശികളുടെ ശക്തി ചോരാൻ കാരണമായി. മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനീ ദഅവത്തിന് കൂടുതൽ സഹായകമായി. ഇനിയോ ചർച്ച ചെയ്യാനാണ്. ബദർ യുദ്ധത്തിൽ സഹാബികളുടെ ത്യാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. സഹാബത്ത് പണമോ അധികാരമോ സുഖസൗകര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയത്. അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയും ദീനിന്റെ ഇസ്സത്തുമായിരുന്നു അവരുടെ ലക്ഷ്യം. യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ധൈര്യപൂർവ്വം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവിടുത്തെ ജനത നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മറിച്ച് നിങ്ങളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബത്തിന്റെ സ്നേഹവും ത്യാഗവും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തില് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.